കത്തിവരുന്ന വാർത്തയാണ്. അല്ലു അർജുനെതിരെ സർക്കാരും സംസ്ഥാന കോൺഗ്രസും നിലപാട് കടുപ്പിച്ചതോടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സഹായം തേടി ഭാര്യാപിതാവ് രംഗത്ത്. തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ, തെലങ്കാന കോൺഗ്രസ് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായി ചന്ദ്രശേഖർ റെഡ്ഡി കൂടിക്കാഴ്ച നടത്തി. AP നദീറ ചേരുന്നു. നദീറ, എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ? സുജയ, വലിയ ആശങ്കയിലാണ് അല്ലു അർജുൻ ഉള്ളത്. കാരണം തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഈ കേസ് കടുപ്പിക്കുകയാണ്, നരഹത്യ കേസ്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ കൂടിക്കാഴ്ചയെ കാണാനായി. ഹൈദരാബാദിലെ ഗാന്ധി ഭവനിലുള്ള ഗാന്ധി ഭവൻ എന്ന കോൺഗ്രസ് ആസ്ഥാനത്താണ് അല്ലു അർജുന്റെ ഭാര്യാപിതാവ് ചന്ദ്രശേഖർ റെഡ്ഡി എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാനൊരു കോൺഗ്രസ് നേതാവാണ്, അതുകൊണ്ട് നേതാക്കളെ കാണാൻ വന്നു എന്നാണ്. പക്ഷേ നമുക്കിപ്പോൾ പശ്ചാത്തലം വേറെയാണ്, അതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ തന്നെ വായിച്ചെടുക്കാം. ചന്ദ്രശേഖർ റെഡ്ഡി എന്തെങ്കിലും ഒരു അനുനയ നീക്കം നടക്കുമോ എന്നറിയാൻ തന്നെ TPCC ആസ്ഥാനവുമായി ബന്ധപ്പെട്ടു എന്ന് വേണം കരുതാൻ. അദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നത് TPCC അധ്യക്ഷനുമായും അതുപോലെ തന്നെ AICC ചുമതലയുള്ള, തെലങ്കാനയുടെ ചുമതലയുള്ള AICCയുടെ നേതാവായ ദീപാദാസ് മുൻഷിയുമായാണ്. ഇവർ രണ്ടു കൂട്ടരുമായി രണ്ടിടത്ത് വെച്ച് ചർച്ച നടത്തി. ഒന്ന് ഗാന്ധി ഭവനിലും മറ്റൊന്ന് ദീപാദാസ് മുൻഷിയുടെ വീട്ടിലുമാണ് ചർച്ച നടന്നിരിക്കുന്നത്. രണ്ടിനെ കുറിച്ചും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, എന്റെ സുഹൃത്തുക്കളാണ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് കണ്ടു എന്നാണ്. പക്ഷേ നമുക്ക് ഊഹിക്കാം, നമുക്ക് മനസ്സിലാക്കാനാവുന്ന കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ നരഹത്യ കേസ് കടുപ്പിച്ചുകൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുന്നോട്ട് പോകുന്നതും അതുപോലെ തന്നെ ഹൈദരാബാദ് പോലീസ് അല്ലു അർജുനെതിരെ വലിയ തെളിവുകൾ, ദൃശ്യങ്ങളോടെ. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച. കോൺഗ്രസ് നേതൃത്വത്തെ അല്ലു അർജുന്റെ ഭാര്യാപിതാവ് പോയി കണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നദീറ പങ്കുവയ്ക്കുന്നത്. താങ്ക് യു നദീറ. നമ്മുടെ